ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമിയിടപാടിൽ മാത്യു കോൾനാടൻ MLA-ക്കെതിരെ കേസെടുത്ത വിജിലൻസ് 2012 ദേവികുളം തഹസിൽദാർ ഒന്നാം പ്രതിയായ കേസിൽ 16-ാം പ്രതിയാണ് കുഴൽനാടൻ. ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും MLA ഭൂമി വാങ്ങിയെന്നാണ് FIR. ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയടക്കം കയ്യേറി റിസോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പും കേസെടുത്തിരുന്നു. ഇതിന്റെ നടപടികൾ തുടർന്നു വരുന്നതിനിടയിലാണ് കുഴൽനാടനെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഭൂമി ഇടപാട് നടത്തി. ഇതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. നിയമോപദേശം തേടുവാനെത്തിയ മുൻ ഉടമകളോട് അവസരം മുതലെടുത്ത് ഭൂമി വാങ്ങുകയായിരുന്നു. 2012 മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെയുള്ള ഇടപാടിൽ 21 പ്രതികളാണുള്ളത്. ഇതിൽ 16-ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. 2012 ദേവികുളം തഹസിൽദാരായിരുന്ന ഷാജിയാണ് കേസിലെ ഒന്നാം പ്രതി. FIR ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. തുടർന്നാകും തുടരന്വേഷണം സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കുക. അതേസമയം മാത്യു കുഴൽനാടൻ അനധികൃതമായി ഭൂമി കയ്യേറിയതിൽ റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്ന കേസ് പ്രകാരം ഭൂമി വീണ്ടും അളക്കുന്നത് ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം. വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പും കടക്കും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.